പിന്നെ ഓരെന്ത് അവസ്ഥ അവിടുത്തെ നമുക്കറിയാല. എല്ലാം തീരുമാനിച്ചിട്ട് ഉറപ്പിച്ചിട്ട് മംഗലം കഴിച്ച് നല്ല ആളെന്നും പിന്നെ നല്ല കുടുംബമെന്നും എല്ലാം പറയുന്നുണ്ട്. നമുക്കെന്താ അറിയാലാണ്. മക്കളെ കുറിച്ചിട്ടുള്ള തീരുമാനം മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തിട്ട് ആൾക്കിയിട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു സ്വപ്നമില്ലേ, നമ്മളെ മക്കൾ നല്ല രീതിയിൽ ജീവിക്കണമെന്നും പിന്നെ നമ്മളെ മക്കളെ കല്യാണം കഴിച്ചിട്ട് കൊടുത്തയച്ചെങ്കിൽ ഇങ്ങനെ ജീവിതകാലം മുഴുവനും ഒരാളെ കൂടെ ജീവിക്കേണ്ടതല്ലേ. അല്ലാതെ തോന്നുമ്പോൾ ഇട്ടെറിഞ്ഞ് പറയാനുണ്ടതല്ല, എറിഞ്ഞ് ചാടാനുണ്ടതല്ല ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ആ ജീവിതമല്ല നമ്മൾ അത്രക്കും സൂക്ഷിച്ചിട്ട് നോക്കേണ്ടത്. ആ ജീവിതത്തിനെ പറ്റിയല്ലേ. നമുക്ക് എന്തെങ്കിലും നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ആരും നമുക്കുണ്ടാകില്ല. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ജീവിതം